എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ നിരന്തരമായിട്ട് ഇങ്ങനെ പ്രൊവോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ സിന്ധു നദീജല കരാർ അങ്ങ് റദ്ദ് ചെയ്തു. തന്മൂലം പാകിസ്ഥാന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കാർഷിക വിളകളൊക്കെ നാശം സംഭവിച്ച് വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ അവിടെ പാകിസ്ഥാൻ്റെ GDP തന്നെ ബാധിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ പോയി. അപ്പോൾ അതിനൊക്കെ ഉത്തരവാദി ഇന്ത്യ ആണ് എന്ന് പറഞ്ഞ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും അവിടുത്തെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും പിന്നെ ആർമി ചീഫായ അസീം മുനീറൊക്കെ നിരന്തരം ഇങ്ങനെ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല പാകിസ്ഥാൻ്റെ ഭരണപക്ഷത്തെ മാത്രമല്ല പ്രതിപക്ഷത്തെ ബിലാവൻ ഭൂട്ടോ പോലുള്ള നേതാക്കന്മാരും നിരന്തരം ഇങ്ങനെ ഇന്ത്യക്കെതിരെ യുദ്ധ മുറവിളിയുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ വലിയ രീതിയിലുള്ള അമേരിക്കൻ്റെ തിങ്ക് ടാങ്കുകളും ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ചില രാജ്യങ്ങളെ തിങ്ക് ടാങ്കുകളും ഒക്കെ അവർക്ക് ഉപദേശം നൽകിയിരിക്കുന്നത്, അതായത് ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യാൻ, ഇന്ത്യ പഴയ ഇന്ത്യയല്ല, ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വലിയൊരു ശക്തിയാണ്. അതായത് ഇന്ത്യയോട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല, പാകിസ്ഥാനെ പെട്ടെന്ന് ജയിക്കാൻ പറ്റില്ല. അത് ഒരു ബാലി സുഗ്രീവ യുദ്ധം മാതിരിയായിരിക്കും. അതായത് ഇന്ത്യ പാകിസ്ഥാൻ്റെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പകുതി ശക്തി പോലും ഇന്ത്യക്ക് കിട്ടും എന്ന തരത്തിൽ അവർക്ക് പാകിസ്ഥാന് നൽകിയിരിക്കുന്ന ഉപദേശം അതാണ്. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധപ്പൊതിയുമായിട്ട് പാകിസ്ഥാൻ നടക്കുന്നത്? അപ്പോൾ അത് പിന്നിൽ അമേരിക്ക തന്നെയാണ്, ഡീപ് സ്റ്റേറ്റിൻ്റെ അത്തരം കളികൾ തന്നെയാണ്. അതായത് ഈ സിന്ധു നദീജലം അവിടത്തേക്ക് കിട്ടാത്തത് കാരണം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ഭാവിയിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കണമെങ്കിൽ തന്നെ ഇവിടുത്തെ വെള്ളം അങ്ങോട്ട് ഒഴുകണം. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്, ഇന്ത്യ ഒഫീഷ്യലായിട്ട് പറഞ്ഞത്, അതായത് വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല, അതുകൊണ്ട് ഈ കരാർ അങ്ങ് റദ്ദ് ചെയ്തു എന്നാണ്. അപ്പോൾ അതിനുശേഷമാണ് നിരന്തരമായിട്ടുള്ള ഇങ്ങനെ പ്രൊവോക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പാകിസ്ഥാനെ പോലത്തെ ഒരു പട്ടിണി രാജ്യം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടും എല്ലാ പ്രതിരോധ മേഖല ആയുധം കയറ്റിയിരിക്കുന്ന രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്ന നല്ല ഒരു എന്താ പറയുക ഒരു ബോധം അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് പുതിയ യുദ്ധമുറയായിട്ട് പാകിസ്ഥാൻ എന്താ പറയുക ഇന്ത്യക്കെതിരെ തിരികെയാണ്. അതായത് ഉക്രൈൻ സൈനികരെ ഇറക്കിയിട്ട് ഉക്രൈൻ സൈനികരെ കൊണ്ട് പാകിസ്ഥാൻ സൈനികരെയും പാകിസ്ഥാൻ്റെ എല്ലാ ആൾക്കാരെയും ഈ പാകിസ്ഥാൻ നേവി എയർഫോഴ്സ് ആൾക്കാരെയൊക്കെ പരിശീലനം നൽകുന്നു എന്നുള്ള ഏറ്റവും പുതിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ കുറച്ച് യുക്രൈൻ 2023 ഉക്രൈൻ റഷ്യ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയും യുദ്ധം തീർന്നില്ല. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുന്നേ പുറത്തുവന്ന വാർത്ത പ്രകാരം ഉക്രൈൻ്റെ കനത്ത ഡ്രോൺ ആക്രമണത്തിൽ ഈ റഷ്യയുടെ തന്നെ പല ഓയിൽ സംഭരണശാലകൾ പോലും ഇല്ലാതായി. തന്മൂലം ഈ റഷ്യയിലടക്കം ഓയിൽ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള അറ്റാക്ക് അഴിച്ചു വിട്ടിരിക്കുകയാണ് യുക്രൈൻ. അപ്പോൾ ആ ഒരു അറ്റാക്കിംഗ് മോഡ് എങ്ങനെയാണ് അവർ സ്വീകരിച്ച ഒരു നയം, റഷ്യക്കെതിരെ ഉക്രൈൻ സ്വീകരിച്ച ഒരു യുദ്ധമുറ പാകിസ്ഥാനെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉക്രൈൻ പട്ടാളക്കാർ, ഏകദേശം 5000-ഓളം ഉക്രൈൻ പട്ടാളക്കാർ ഇപ്പോൾ പാകിസ്ഥാനിൽ എത്തി എന്നുള്ളൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഈ റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് വെച്ചാൽ S-400 ആണ്. ഇതേ S-400 ആണ് ഇന്ത്യയും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉക്രൈന് S-400 ബ്രേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ഏത് യുദ്ധമുറയാണോ ഏത് വേയാണോ യുദ്ധത്തിൽ ഉപയോഗിച്ചത്, സെയിം ടെക്നോളജി പാകിസ്ഥാനെ കൊണ്ട് പഠിപ്പിച്ചിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനാണ് പരിപാടി. അതായത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഈ S-400 ഉള്ളത് കാരണം പാകിസ്ഥാൻ്റെ ഒരു ഡ്രോൺ പോലും ഇന്ത്യയുടെ മണ്ണിൽ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഉക്രൈന് റഷ്യയുടെ S-400 തകർക്കാൻ പറ്റുമെങ്കിൽ അതേ റഷ്യയുടെ S-400 ഉപയോഗിക്കുന്ന ഇന്ത്യക്കെതിരെ ഈ ഉക്രൈൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനെ വിജയിക്കാൻ പറ്റും, ഇന്ത്യയെ തകർക്കാൻ പറ്റും, ഇന്ത്യയെ ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഉക്രൈൻ്റെ 5000-ഓളം സൈനികർ പാകിസ്ഥാനിൽ വന്നിട്ട് വലിയ രീതിയിലുള്ള പരിശീലനം ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഒരാഴ്ച മുന്നേ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് 2 സൈനിക വിമാനങ്ങളാണ് ഉക്രൈനിൽ നിന്ന് പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ പറന്നിറങ്ങി എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തിനാണ് വന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂർ നമുക്കറിയാം, ഒരു സിവിലിയൻസിന് പോലും ഡാമേജ് ഇല്ലാതെയാണ് വെറും 3 ദിവസം കൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പരിപാടി ഇന്ത്യ ചൂട്ടിക്കൂട്ടിയത്, പാകിസ്ഥാനെ ചൂട്ടിക്കൂട്ടിയത്. അത് ലോകത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആണവ രാജ്യം മറ്റൊരു ആണവ രാജ്യത്തെ ആക്രമിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും 2 ആണവ രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നെങ്കിൽ ചെറിയ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ ഉന്നത തല ഒരു യോഗം ചേർന്നിട്ട് അവർ ബയലാറ്ററൽ ടോക്സ് വെച്ചിട്ട് ടോക്സിൻ്റെ പുറത്ത് ആ യുദ്ധം അവസാനിപ്പിക്കുക ചെയ്യാറ്. പക്ഷേ പാകിസ്ഥാനും ഇന്ത്യയും അങ്ങനെയല്ല. ഇന്ത്യ ശരിക്കും 3 ദിവസം കൊണ്ട് അടിച്ച് ചുരുട്ടിക്കൂട്ടിയത്. അപ്പോൾ ഇവിടുത്തെ സുഡാപ്പികളടക്കം പറഞ്ഞു പരത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്ത്യ പോലത്തെ രാജ്യം ആണവരാജ്യം പാകിസ്ഥാനെ പോലെ ആണവരാജ്യത്തെ ആക്രമിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് ഇവിടെ കൊണ്ട് നിൽക്കില്ല, 1-2 ദിവസം നിൽക്കില്ല. അതായത് ഒരുപാട് നാൾ അത് നീണ്ടു നിൽക്കും, ഒരുപാട് ആൾക്കാർക്ക് ഡാമേജ് ഉണ്ടാവും. അത് ഇന്ത്യ വലിയ രീതി ഇതുവരെ ഇന്ത്യക്ക് എന്ന് പറയുന്നത് എത്ര 25-30 വർഷം പുറകിലേക്ക് പോകേണ്ട ഒരു വികസനത്തിൻ്റെ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളക്കിയാണ്. പക്ഷേ ആൾക്കാർക്കും, അതായത് പല ആൾക്കാർക്കും ആ ഒരു പ്രശ്നം, സുഡാപ്പികൾ മാത്രമല്ല പല സാധാരണക്കാർ
സാധാരണക്കാർക്ക് പോലും അത്തരം ഒരു വിഷയമുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആണവ രാജ്യം നമ്മൾ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് താങ്ങാൻ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് സാധാരണക്കാർക്കും ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ വെറും മൂന്ന് ദിവസം കൊണ്ട് ഈ പാകിസ്ഥാനെ ചുരുട്ടിക്കെട്ടി എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുന്നുണ്ട്. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഇന്ത്യക്ക് ഓൾവേസ് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് യുദ്ധമുറയിൽ. ഇൻ കേസ് ഉക്രൈൻ സൈനികർ വന്നിട്ട് ഇവരെ പരിശീലിപ്പിച്ചാൽ പോലും ഇന്ത്യയെ തകർക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇത് ചൂണ്ടിക്കാട്ടുന്ന മെയിൻ കാരണം ഈ ഉക്രൈൻ സൈനികരെ പാകിസ്ഥാൻ സൈനികരെ കൊണ്ട് പരിശീലിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉക്രൈൻ റഷ്യ ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ രീതിയിൽ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. S-400 അത് പര്യാപ്തമല്ല, അത് പോരാ. അതായത് ഉക്രൈൻ്റെ അറ്റാക്ക് തടയാൻ റഷ്യയുടെ S-400 പറ്റുന്നില്ല. അപ്പോൾ അതേ ഇത് യൂസ് ചെയ്യുന്ന ഇന്ത്യക്കെതിരെ ഈ തന്ത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിജയിക്കുമെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത്. പക്ഷേ അങ്ങനെയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തന്നെ ഇക്കാര്യങ്ങളൊക്കെ പലവട്ടം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുമ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നല്ല, ഇന്ത്യ ലോകത്തിൻ്റെ പല രാജ്യത്തു നിന്നും ആയുധങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ സോഴ്സ് കോഡ് അടക്കമാണ് ഇങ്ങോട്ട് വാങ്ങുന്നത്. സോഴ്സ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതിനനുസരിച്ച് പല മാറ്റങ്ങളും വരുത്തി ശത്രുക്കൾക്ക് എന്താണ് അതിൻ്റെ രഹസ്യം എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും നമ്മളതിനെ മോഡിഫൈ ചെയ്യുന്നത്. അത് മൊത്തത്തിൽ റീഫാക്ടർ ചെയ്തിട്ട് ഈ സോഴ്സ് കോഡ് മൊത്തം റീഫാക്ടർ ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ശത്രുക്കൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ശത്രുക്കൾക്ക് മാക്സിമം ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ ഇന്ത്യ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ ഉക്രൈൻ റഷ്യയുടെ S-400 ഉക്രൈൻ്റെ മുന്നിൽ പരാജയപ്പെട്ടപ്പോൾ അതേ S-400 പാകിസ്ഥാനെ തൊട്ടാൻ പറ്റിയില്ല ഇന്ത്യയുടെ S-400. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ആ സോഴ്സ് കോഡ് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് കുറേ ഇൻപുട്ട് കൊടുത്ത് കുറേ കാര്യങ്ങൾ സീക്രട്ടായിട്ട് പല കാര്യങ്ങളും പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇന്ത്യ ഒരു ഇൻറ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. S-400 സ്റ്റാൻഡ് അലോൺ ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ മംഗൾയാനായാലും ഗഗനയാനായാലും നമുക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാം ഒരു കൊളാബറേഷനാണ് ഇന്ത്യയുടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം. അതുകൊണ്ടാണ് ഒരു ഡ്രോൺ പോലും ഇവിടെ തൊടാൻ പറ്റാത്തത്. നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തുർക്കിയുടെ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. ഇതേ ഡ്രോണുകളാണ് ഉക്രൈനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഡ്രോണുകൾ റഷ്യയുടെ എയർ ഡിഫൻസ് തകർത്തു. പക്ഷേ ആ ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചപ്പോൾ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ തൊടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ത്യ ചില്ലറ ടീമല്ല, ഇപ്പോഴും വലിയ പ്ലെയർ തന്നെയാണ്. ഇൻ്റർനാഷണൽ ഈ ഒരു വെപ്പൺ മാർക്കറ്റായാലും ഈ ഒരു ഫീൽഡിൽ ഇന്ത്യ വലിയൊരു പ്ലെയറായി മാറിയിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ കണക്കൂട്ടുന്ന ഇത്തരം കാര്യങ്ങളാണ്. അത് നമുക്ക് നോക്കാം എത്രത്തോളം പോകുമെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ത്യക്ക് ഓൾവേസ് ഒരു പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി അങ്ങനെയുണ്ട്. പിന്നെ അതുമാത്രമല്ല ഈ അടുത്ത കാലത്ത് അമേരിക്ക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൈനയെ പോലുള്ള വലിയ രാജ്യങ്ങളെ തടയാൻ പറ്റുന്ന ഒരേ ഒരു ശക്തി ഇന്ന് ലോകത്ത് ഇന്ത്യ മാത്രമാണ്. പ്രത്യേകിച്ച് AI പോലുള്ള സാങ്കേതിക വിദ്യകളും ആയുധ നിർമ്മാണ മേഖലയിലും ചൈനയെ തടയാൻ പറ്റുന്നത് ഇന്ത്യക്ക് മാത്രമാണ്. അപ്പോൾ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് അമേരിക്ക ആ കാര്യം പറഞ്ഞത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഡ്രോണുകളുടെ സ്ക്വാഡ്രൺ ടീം രൂപീകരിച്ചു ഇന്ത്യ. പിന്നെ അതുമാത്രമല്ല ഡ്രോണുകൾക്ക് ഈ വളരെ ഫ്രീ ആയിട്ട് പറന്നിറങ്ങാനും അങ്ങനെ ആളില്ലാത്ത ഡ്രോണുകളെ ഓപ്പറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വലിയ റൺവേ, അതായത് പല സംസ്ഥാനത്തും ഈ ബോർഡർ ഷെയർ ചെയ്യുന്ന രാജസ്ഥാൻ, പഞ്ചാബ്, കാശ്മീർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഡ്രോണിൻ്റെ റൺവേ നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിൽ AI ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ സെക്ടറിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് വേറെ കാര്യം കൂടി ലോകത്തിന് കാണിച്ചു കൊടുത്തു. പാകിസ്ഥാൻ്റെ ഉപയോഗിച്ച പല ആയുധങ്ങളും ചൈനീസ് മെയ്ഡായിരുന്നു. പാകിസ്ഥാൻ എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ ചൈനീസ് മെയ്ഡാണ്. അപ്പോൾ ഇന്ത്യ അങ്ങോട്ട് അയക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ പ്രിസൈസായിട്ട് ഇന്ത്യ ഉദ്ദേശിച്ച തരത്തിൽ തന്നെയാണ് അവിടെ അറ്റാക്ക് ക്യാരി ഔട്ട് ചെയ്തത്. അപ്പോൾ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് പോലും ഇന്ത്യയുടെ അറ്റാക്ക് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റിയില്ല. ദാറ്റ് മീൻസ് എന്താണ്, ചൈനയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന പാകിസ്ഥാനി ഇന്ത്യയുടെ അറ്റാക്കിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. അത് തന്നെയാണ് അമേരിക്കയും പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് ചൈനയെ പിടിക്കാൻ ഇന്ത്യക്ക് മാത്രമേ പറ്റൂ എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അമേരിക്കയുടെ ചില വൃത്തങ്ങളിൽ അത്തരം വാർത്തകൾ, അത്തരം ടോക്കുകൾ പുറത്തു വരുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും പാകിസ്ഥാൻ ഇന്ത്യയെ ഈ സിന്ധു നദീജലത്തിൻ്റെ പേരിൽ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ അവർ പുതുതായിട്ട് തേടിയിരിക്കുന്നൊരു വഴി ഉക്രൈൻ സൈനികരെ പാകിസ്ഥാനിൽ കൊണ്ടുവന്നിട്ട് വലിയ രീതിയിൽ അവരെ സൈനികരെയൊക്കെ പരിശീലിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്ത വലിയ രീതിയിലുള്ള വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ കാണുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങളും അമേരിക്കയുടെ പല കാര്യങ്ങളും അവിടെ അടിച്ചേൽപ്പിക്കാൻ പറ്റും എന്നൊരു വസ്തുതയും ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായത് ഇന്ന് പാകിസ്ഥാനെക്കാട്ടും ഡാമേജ് ഉണ്ടത് അമേരിക്കക്കാണ്. ആ ഇൻ്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ അമേരിക്കയുടെയും ചൈനയുടെയും തുർക്കിയുടെയൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന പാകിസ്ഥാനെ വെറും 3 ദിവസം കൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇൻ്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ ആ പ്ലേയേഴ്സൊക്കെ അവിടുത്തെ രാജ്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ചർച്ച, ആ മാർക്കറ്റിൽ വലിയ ചർച്ച നടന്നു. എന്തുകൊണ്ട് ഇന്ത്യ ഇത്തരം കാര്യങ്ങൾ അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് അമേരിക്കയുടെയും ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങളൊക്കെ
വളരെ എന്താ പറയണ്ടത് സാധാരണ സിമ്പിളായിട്ട് അടിച്ചിടുന്നു എന്നുള്ളൊരു ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇൻ്റർനാഷണൽ വെപ്പൺ മാർക്കറ്റ് ചർച്ച ചെയ്തത്. അത് വലിയ രീതിയിൽ അമേരിക്കക്കായാലും ചൈനക്കായാലും ഇടിവുണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ലോകത്തെ പല രാജ്യങ്ങളും ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ എന്തിനാലും പാകിസ്ഥാൻ്റെ മനസ്സിലുള്ള, അതായത് ഇന്ത്യ പഴയ ഇന്ത്യയല്ല, ഇന്ത്യയോട് കളിച്ചാൽ പണി പാളും എന്ന് അവർക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. അത് ശരിക്കും അത്തരം ബുദ്ധികൾ ഉപദേശിച്ചത് അമേരിക്കയും ചൈനയുടെയും തുർക്കിയുടെയൊക്കെ തിങ്ക് ടാങ്കുകൾ തന്നെയാണ്. അപ്പോൾ ഈ സിന്ധു നദീ ജലത്തിൻ്റെ പേരിൽ പാകിസ്ഥാൻ ഇന്ത്യയെ വീണ്ടും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വേറൊരു മുഖമായിരിക്കും ഇനി പാകിസ്ഥാൻ ലോകം കാണാൻ പോകുന്നത്. അത് ഡാമേജ് ഉണ്ടാകുന്നത് പാകിസ്ഥാന് മാത്രമായിരിക്കില്ല, അമേരിക്കക്കും ചൈനയ്ക്കും. അത് ഇൻ്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു വാല്യൂ വലിയ രീതിയിൽ കുതിച്ചു വരുന്ന ഒരു നെക്സ്റ്റ് ലെവൽ ഒരു ഇന്ത്യ ആയിരിക്കും കാണാൻ പോകുന്നത്. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.